പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശബ്ദം ശരിക്കും കേൾക്കാമല്ലോ. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ചിക്കാഗോ പ്രയർ ലൈനിൽ കടന്നു വരുവാനും കർത്താവിന്റെ വചനങ്ങളെ പങ്കുവെക്കുവാനും എല്ലാം വലിയവനായ ദൈവം സഹായിച്ചു. കർത്താവിന് നന്ദി അർപ്പിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്നതായ എല്ലാ ദൈവമക്കളും ദൈവദാസന്മാരെ ഓർത്ത് നന്ദി കരയറ്റുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനീഷ് പാസ്റ്റർ എല്ലാം ഓർത്ത് നന്ദി കരയറ്റുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പം അല്പസമയം ദൈവവചനം സംസാരിക്കുവാനെല്ലാം കർത്താവ് നൽകിയതായ വലിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിന് മുന്നും ഒരു പ്രാവശ്യം ദൈവവചനം ഞാൻ ഈ മീറ്റിംഗിൽ സംസാരിച്ചതാണ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനം പങ്കുവെക്കുവാൻ കർത്താവ് നൽകിയ വലിയ സാവകാശത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനങ്ങൾ കർത്താവ് നമ്മോട് ദിനംപ്രതി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൈവത്തിനെ കേട്ട് നമ്മൾ ആത്മാവിൽ നമ്മൾ ബലപ്പെടുവാനെല്ലാം കർത്താവ് നമ്മെ സഹായിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മെ പരിപാലിക്കുന്നല്ലോ. ഓരോ ദിനങ്ങളും ഓരോ ദിവസങ്ങളും നമ്മൾ മുന്നോട്ട് പോകുന്നത് ദൈവജനപ്രകാരമുള്ളതായ നിർദ്ദേശങ്ങൾ കൂടെയും ദൈവജനത്തിൽ കൂടെയും എല്ലാം ആകുന്നു. പ്രിയപ്പെട്ടവരെ, കാരണം ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു, ദൈവം നമ്മെ വഹിച്ച് അനുഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് രക്ഷയിൽ ആയിരിക്കുന്നതായ ഒരു ദൈവ പൈതലെ നിത്യമായിട്ട് നടത്തുന്നത് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ വലിയ കൃപയാണ്. കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വാക്യം ഇങ്ങനെ ഒരു കാര്യം വായിക്കുന്നു. അതിന്റെ 14-ാം അധ്യായത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നു, അവൻ നിർബന്ധിച്ച് അവരെ അയച്ചു എന്ന്. അവർ നിർബന്ധിച്ച് അവരെ അയച്ചു, അക്കരയ്ക്ക് പോകുവാൻ അവൻ അവരെ നിർബന്ധിച്ചു. അപ്പോൾ അവർ അക്കരയ്ക്ക് പോയി. അത് പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ പ്രതിസന്ധി ഘട്ടത്തിലും ആ പ്രതികൂല ഘട്ടത്തിലും അവൻ രാത്രിയുടെ 4-ാം യാമത്തിൽ ആ കടലിന്മേൽ നടന്നു തന്റെ ശിഷ്യന്മാരോട് സമീപിച്ചു എന്ന് നമ്മൾ ദൈവത്തിൽ വായിക്കുന്നു. ദൈവം ഒരു വലിയ വിടുതൽ അവിടെ ഒരുക്കുകയാണ്. അവരകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്നും ദൈവം ഒരു വലിയ വിടുതൽ ഒരുക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഈ പ്രയർ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വലിയ വിടുതൽ കർത്താവ് ഇന്ന് പകൽക്കാലം ഒരുക്കിയിട്ടുണ്ട്. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു? ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ ഉണ്ട് എന്ന്. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും പ്രിയപ്പെട്ടവർ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ഇടപെടാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ നിങ്ങളായിരിക്കുന്ന ഇടത്തിരുന്ന് കൊണ്ടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽക്കാലം ഒരു വിടുതലുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എന്നോട് ഇടപെടുന്ന പകലാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ശക്തി എന്നോട് ഇടപെടുന്ന പകലാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്ന ഇടത്ത് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. അല്പസമയം ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ഒരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യവും 30-ാമത്തെ വാക്യവും അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. നമുക്കറിയാം, പശ്ചാത്തലം നമുക്കറിയാം. ശിമ്യോൻ എന്നതായ ഒരു വ്യക്തി, ശിമ്യോൻ എന്നതായ ഒരാള് അത് ദേവാലയത്തിൽ അത് യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് നമുക്ക് ആ വേദഭാഗത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹം ആ അവസാന നിമിഷത്തിൽ യേശുവിന്റെ കരങ്ങളിൽ ഏന്തിക്കൊണ്ട് പറയുന്നതായ ഒരു കാര്യമാണ്, ഇപ്പോൾ നാഥ നീ തിരുവചനം പോലെ അടിയന് അത് വിട്ടയക്കുന്നു. അതേ, നീ സകല ജാതികൾക്കും മുന്നിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിനെ കരങ്ങളിൽ ഏന്തിക്കൊണ്ട്, കുഞ്ഞ് യേശുക്രിസ്തുവിനെ കരങ്ങളിൽ ഏന്തിക്കൊണ്ട് ശിമോൻ പറയുകയാണ്, നീ സകല ജാതികൾക്ക് മുന്നിൽ ഒരുക്കിയിരിക്കുന്ന എന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ഒരു ദേവദാസൻ എന്നെ ഈ വാക്യം എടുത്ത് സംസാരിച്ച് ഞാൻ ഇപ്രകാരം ഓർക്കുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞത്, ശിമ്യോന്റെ കരങ്ങളിൽ ഇരിക്കുന്നത് ഒരു വലിയ ലോകത്തെ തന്നെ നശിപ്പിക്കും, അല്ലെങ്കിൽ ലോകത്തെ തന്നെ തകർക്കുവാൻ പറ്റുന്ന ഒരു ബോംബാണ് നമ്മൾ കരുതുക പ്രിയപ്പെട്ടവരെ. കാരണം അത്രമാത്രം ഒരു വലിയ എന്താ പറയാ സംഭവമാണ് കയ്യിലിരിക്കുന്നത്. പ്രകാരം എന്തുവാണ്? ലോകത്തിന്റെ രക്ഷകനാണ് കയ്യിലിരിക്കുന്നത്. ലോകത്തിന്റെ രക്ഷകനെ നോക്കിയുള്ള പറയുന്നത്, അതിന് സകല ജാതികൾക്കും മുന്നിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ഇന്ന് പകൽക്കാലം ഈ പ്രയർ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ആരാണ് എന്നതായ ഉത്തമമായ ഒരു ബോധ്യമുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന പകലായിട്ട് തീരും. നമ്മുടെ കയ്യിൽ ആരാണ് ഇരിക്കുന്നത്? നമ്മുടെ പ്രശ്നത്തിന് പരിഹാരകൻ ആരാണ്? നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ കഴിയുന്ന
അറിയുന്നതായ ഒരുവൻ എന്റെ കയ്യിലുണ്ട്, എന്നോട് കൂടെയുണ്ട് എന്ന് എത്ര ദൈവങ്ങൾ വിശ്വസിക്കുന്നു? അതെ, ഞാൻ അതേ അറിയേണ്ടുവണ്ണം അറിയുമ്പോൾ, അതെ ഞാൻ അവനെ മനസ്സിലാക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ കർത്താവിനെ നമ്മൾ അതേ പരിപൂർണമായിട്ട് എന്റെ കയ്യിൽ എന്റെ കൂടെ ഇരിക്കുന്നവൻ ആരാണെന്നുള്ളതായ ഉത്തമമായ ബോധ്യം വരുമ്പോൾ നമ്മുടെ പ്രശ്നത്തിൽ ഒരു പരിഹാരമുണ്ട്, നമ്മുടെ കാര്യങ്ങളിൽ ഒരു പരിഹാരമുണ്ട്, ഒരു വിടുതലുണ്ട് എന്നുള്ളതായ കാര്യം നിശ്ചയമാണ്. എത്ര ദൈവങ്ങൾ സ്തോത്രം ചെയ്യും. ഇന്ന് പകൽക്കാലം എന്റെ കയ്യിലിരിക്കുന്നവൻ, എന്നോട് കൂടിയിരിക്കുന്നവൻ സർവശക്തനായ ദൈവമാണ്. അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ, സകലത്തെയും നിർമ്മിച്ചവൻ, സകലത്തെയും ഉരുവാക്കിയവൻ, അവനാണ് എന്റെ കയ്യിലിരിക്കുന്നത്. യശയ്യാപ്രവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിരിക്കുന്നു: അവൻ വെള്ളത്തെ ഉള്ളം കൈയിൽ അടക്കുകയും ഞാണുകൊണ്ട് ആകാശത്തിന് പരിണാമം എടുക്കുകയും ഭൂമിയെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ട് കുന്നുകളെ തുലാസിയും തൂക്കുകയും ചെയ്തവൻ ആരെന്ന്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഇത്രമാത്രം വലിയൊരു ദൈവം, അത് 1.5 കിലോഗ്രാം മാത്രം ഭാരമുള്ളതായ ഒരു ശിശുവായ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ മേൽ ജനിച്ച് ഈ ഭൂമിയിലേക്ക് അവൻ കടന്നു വന്നു. തിരുവചനങ്ങൾ എഴുതിയിരിക്കുന്ന അവൻ ദൈവത്തോടുള്ള, അതെ അവൻ ദൈവ രൂപത്തിലിരിക്കെ അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളെന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപമെടുത്ത് മനുഷ്യനായി അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ് ആ കർത്താവ് ഇറങ്ങി വന്നത്? ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിലേക്ക്, അതേ ഹല്ലേലൂയ, നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്നത്? നമ്മെ വിടുവിക്കുവാൻ വേണ്ടി, മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി, മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വേണ്ടി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു രക്ഷകൻ നമുക്കുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായി തീരുന്ന ഒരു രക്ഷകൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. യേശു നമ്മുടെ കൂടെയുണ്ട്. തിരുവചന പ്രകാരം എഴുതിയിരിക്കുന്ന എബ്രായ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, 3:1 ഇങ്ങനെ വായിക്കുന്നു: യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ഹല്ലേലൂയ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിൻ. എബ്രായ ലേഖന കർത്താവ് പറയും, ശ്രദ്ധിച്ചു നോക്കുവിൻ. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ആ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, അവനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, ഹല്ലേലൂയ, അവനിലുള്ള പ്രത്യേകതകൾ എന്താണ്, അവനുള്ള എന്തുമാണ്, അവനുള്ള ശക്തി എന്താണ്, അത് അവന്റെ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇന്ന് പകൽക്കാലം ഇടപെടട്ടെ. ഹല്ലേലൂയ. അതേ നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നല്ലോ ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. ആ ദൈവാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ എന്ന് തിരുവചനം പറഞ്ഞിരിക്കുന്നു. വീണ്ടും മറ്റൊരു ഭാഗത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഹല്ലേലൂയ, മറിടുവ മലയിൽ വെച്ച അതേ യേശു, അതേ എന്തുവാണ്, മോശയും ഏലിയാവുമായി സംഭാഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു അതേ മോശയും ഏലിയാവുമായി സംഭാഷിക്കുമ്പോൾ പത്രോസ് അറിയാതെ പറയുന്നതായ ഒരു കാര്യമുണ്ട്. പത്രോസ് ഇങ്ങനെയാ പറയുന്നത്: ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞാൻ 3 കുടിൽ നമുക്കുണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറയുമ്പോൾ അവൻ ആ വാക്കുകൾ പറഞ്ഞ് അവൻ വായിൽ എന്തുവാണ്, ആ വാക്കുകൾ തീരും മുൻപേ, ഹല്ലേലൂയ, അത് അവർ ശബ്ദം കേൾക്കുകയാണ്: ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിനെന്ന്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, പത്രോസ് 3 പേരെയും എന്തുവാണ്, ഓരോ തട്ടിൽ ഓരോ തരത്തിൽ കൊണ്ടുവന്ന പ്രിയപ്പെട്ടവരെ പത്രോസ് നിരത്തി വെച്ച് പത്രോസ് പറയുകയാണ്: ഗുരു, അതേ ഞാൻ 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, മോശയെ കുറിച്ച് നമുക്കറിയാം. അതേ വലിയൊരു പുരുഷാരത്തെ മിസ്രയീമിന്റെ അടിമത്തത്തെ വിടുവിച്ച്, ഇസ്രായേൽ ജനത്തെ മിസ്രയീമിന്റെ അടിമത്തത്തെ വിടുവിച്ച് ചെങ്കടൽ തുറന്ന് കൊണ്ട് അതേ മരുഭൂമിയിൽ 40 വർഷക്കാലം നടത്തിക്കൊണ്ട് പോയവനാണ്. ഹല്ലേലൂയ. അതേ മോശ എന്ന പ്രവാചകൻ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, യേശുവിനോടൊപ്പം ആരും വരികയില്ല. ഹല്ലേലൂയ. അത് യേശുവാണ് വലിയവൻ എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏലിയാവിനെ കുറിച്ച് നമുക്കറിയാം, സ്വർഗത്തിൽ തീയിറക്കിയ പ്രവാചകനാണ് ഏലിയാവ്. എന്നാൽ എന്തുവാണ്, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അവനെ എന്തുവാണ്, യേശുവിനോടൊപ്പം ഒരേ തലത്തിൽ കൊണ്ടുവരികയാണ്. അപ്പോഴാണ് ആ ദൈവശബ്ദം കേൾക്കുന്നത്: ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിനെന്ന്. ഇവനാണ് എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിനെന്ന്. കാരണം യേശുവിനോടൊപ്പം മറ്റാരും വരുത്തുവാൻ സാധിക്കുകയില്ല. കാരണം യേശു മാത്രമാണ് വലിയവനായ ദൈവം, യേശു മാത്രമാണ് സർവശക്തിയുള്ള ദൈവം. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ യേശു മാത്രമാണ് വലിയവനായ ദൈവം. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്താട്ടെ. യേശു മാത്രമാണ് എന്റെ ജീവിതത്തിൽ വലിയവനായ ദൈവം. അവനോടൊപ്പം മറ്റാരുമില്ല. അവനോടൊപ്പം, ഹല്ലേലൂയ, ആരെയും കണക്ക് കൂട്ടാൻ പറ്റുകയില്ല. അവനോടൊപ്പം, ഹല്ലേലൂയ, ആരും വരികയുമില്ല. കാരണം എന്തുവാണ്, യേശു വലിയവനായ ദൈവമാണ്. അവൻ സർവശക്തിയുള്ള ദൈവമാണ്. അവൻ കാലത്തിന്റെ പൂർണ്ണതയിൽ സ്ത്രീയിൽ നിന്ന് ജനിക്കപ്പെട്ടവനായി അവന് ലോകത്തിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, മനുഷ്യവർഗത്തിന്റെ ഭാവത്തെ ഏറ്റെടുത്തുകൊണ്ട് അവൻ കാൽവരിയിൽ തകർക്കപ്പെട്ടു. ഇന്ന് പകൽക്കാലം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ആ യേശുവിന്റെ, ഹല്ലേലൂയ, ക്രൂശുമരണത്താൽ, ഹല്ലേലൂയ, അത് തിരുവചന പ്രകാരം എഴുതിയിരിക്കുന്നു: അതെ നിങ്ങൾക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ, നമുക്ക് രക്ഷയുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. ഇന്ന് പകൽക്കാലം ഒരു ദൈവാത്മാവിന്റെ ഇടപെടൽ നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം
പരിഹാരകനായി, നിങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റുന്നവനായി കർത്താവ് നിങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. അവർ നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ മനപ്രയാസത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ ഹല്ലേലൂയ നിങ്ങൾ സാമ്പത്തിക ഞെരുക്കത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ ഏതൊരു പ്രതിസന്ധിയിൽ കൂടെ ഹല്ലേലൂയ, നിങ്ങൾ ഏതൊരു പ്രതികൂലത്തിൽ കൂടെ ഹല്ലേലൂയ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് സംസാരിക്കുന്നു. നിങ്ങൾക്കൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ. അതെ, നിങ്ങൾക്കൊരു രക്ഷയുണ്ട്. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരകനായി കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ ഹല്ലേലൂയ പുത്രനായ യേശു ക്രിസ്തു ഇന്ന് പകൽക്കാലം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. 12 വർഷക്കാല രക്തസ്രവമുള്ളതായ സ്ത്രീ അവന്റെ വസന്തം കേട്ടു അവന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. അവൾക്കൊന്നും തൊടുവാൻ, അവളുടെ പ്രശ്നത്തെ എന്തുവാണ് ഒന്നും അവതരിപ്പിക്കാൻ പോലും സാധിക്കുന്നില്ല, ഒന്നും പറയുവാൻ പോലും അവർക്ക് കഴിയുന്നില്ല. ആ സന്ദർഭത്തിൽ ഹല്ലേലൂയ അവളുടെ വിശ്വാസം നഷ്ടപ്പെട്ടവളായി അവൾ തിരിച്ചു പോയില്ല. ഹല്ലേലൂയ. എന്ന് പലരും ചെയ്യുന്നത് അപ്രകാരമാണ്. ഹല്ലേലൂയ. ഒരു പക്ഷേ യേശുവിന്റെ അടുക്കൽ വരെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ട് എങ്കിൽ അതിന് പ്രാർത്ഥന പോലും വേണ്ട എന്ന് വെക്കുന്നതായ, അല്ലെങ്കിൽ ഇന്ന് അത് പ്രേരണയിൽ കയറണ്ടെന്ന് പോലും വെക്കുന്നതായ ഒരു സാഹചര്യത്തിൽ ഇന്ന് പലരും പിന്മാറി പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ സ്ത്രീ പറയുകയാണ്, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും ഞാൻ തൊടുമെന്ന് പറഞ്ഞ് അവൾ അത്രയിലൂടെ കടന്നു വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ ആ സ്ത്രീക്ക് ആ നിമിഷത്തിൽ സൗഖ്യം വന്നു നമ്മൾ ദൈവത്തിൽ വായിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ, ആരെല്ലാം എന്തെല്ലാം പറയുന്നല്ല, വിശ്വാസത്തോടെ ഹല്ലേലൂയ യേശുവിനെ തൊടുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ഇന്ന് നിശ്ചയമായിട്ട് ഒരു വിടുതലുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. യേശുവിന്റെ അടുക്കൽ വന്നിട്ട് വെറുതെ പോകുവാനല്ല പ്രിയപ്പെട്ടവരെ, അവനെ തൊട്ടവർക്കും എല്ലാം സൗഖ്യം വന്നു എന്ന് തിരുവചനത്തിൽ വായിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം അവന്റെ അടുക്കൽ വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അവനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അവന് നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വിഷയത്തിന്റെ ഹല്ലേലൂയ പരിഹാരകനായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന എല്ലാ പ്രശ്നത്തിനും അവൻ പരിഹാരം നൽകി നമ്മെ അയക്കുവാൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. എത്ര ദൈവമൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നു? ഇന്ന് പകൽക്കാലം യേശു ഒരു പരിഹാരകനാണ്. യേശുവിന്റെ സകല പ്രശ്നത്തിനും പരിഹാരകനാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അവൻ നമ്മോട് കൂടെയുണ്ട്, അവൻ നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ നാട്ടിലെല്ലാം ഹല്ലേലൂയ ഒരു പായലുണ്ട്, വർഷക്കാലത്ത് പൊങ്ങി വരുന്ന പായലാണ്. ഞങ്ങളുടെ നാട്ടിൽ അതിന് പറയുന്നത് ആഫ്രിക്കൻ പായൽ എന്നാണ്. ആഫ്രിക്കൻ പായൽ വർഷക്കാലത്താണ് അത് കൂടുതൽ പാടശേഖരങ്ങളിൽ കണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെയും അത് കൃഷിക്കാർക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ളതായ ഒരു കാര്യമാണ്. കാരണം ഇത് വർഷത്തിൽ വെള്ളം കണ്ടത്തിലെല്ലാം നിറഞ്ഞു വരുമ്പോൾ ഇതങ്ങോട്ട് കയറി എന്തുവാണ്, അതേ കണ്ടമെല്ലാം മൂടിക്കിടക്കും. ഹല്ലേലൂയ. അത് വലിയൊരു പ്രശ്നമാണ്. ഹല്ലേലൂയ. എങ്കിലും ആഫ്രിക്കൻ പായലിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത പറയുവാനാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. എന്താണ് ആഫ്രിക്കൻ പായലിന്റെ പ്രത്യേകത? അത് വെള്ളത്തിൽ താഴുകയില്ല. ഹല്ലേലൂയ. അതിൽ വെള്ളത്തിൽ എപ്പോഴും അത് പൊങ്ങിയേ കിടക്കുകയുള്ളൂ. ഹല്ലേലൂയ. എത്രമാത്രം താഴ്ത്തി വെച്ചാലും എത്രമാത്രം മൂടി വെച്ചാലും ഹല്ലേലൂയ ആ മൂടിയെ തുറന്ന് വീണ്ടും അത് എന്തുവാണ് അധിക ശക്തിയോടെ വെള്ളത്തിന്റെ മേലെ പൊങ്ങി വരും. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, നാം പ്രശ്നത്തിന്റെ ഹല്ലേലൂയ അടിയിലല്ല, നാം പ്രശ്നത്തിന്റെ ഉള്ളിലല്ല. ഹല്ലേലൂയ. നാം പ്രശ്നത്തിന് മേളിലാണ്. എത്ര ദൈവമക്കൾ അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ പ്രശ്നത്തിന്റെ അടിയിലല്ല. ഹല്ലേലൂയ. നിങ്ങൾ പ്രശ്നത്തിന്റെ ഉള്ളിലല്ല. ഹല്ലേലൂയ. നിങ്ങൾ പ്രശ്നത്തിന്റെ മേളിലാണ്. ഒരു ദൈവമക്കൾ പ്രശ്നത്തിന്റെ മേളിലാണ് കൂടെ കിടക്കുന്നത്. ഒരു ദൈവവേദന പ്രശ്നത്തിന്റെ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ അതിന്റെ മേളിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പത്രോസ് എന്തുവാണ് തന്നെ മേലെ തന്റെ നേരെ ആഞ്ഞടിച്ചതായ ആ വെള്ളത്തെ കണ്ട് അല്പം മുന്നം പേടിച്ചവനാണ്, ആ കാറ്റിനെ കണ്ട് അല്പം മുന്നം പേടിച്ചവനാണ്. എന്നാൽ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ അവൻ ഏത് കണ്ട് പേടിച്ചുവോ, അവൻ എന്ത് കണ്ട് ഭയപ്പെട്ടുവോ, അവൻ എന്തിനെ ഭയപ്പെട്ട് നിലവിളിച്ചുവോ അതിന് മേലെ ദൈവം അവനെ നിർത്തിയിരിക്കുകയാണ്. എന്ന് പകൽക്കാലം ഹല്ലേലൂയ നിന്റെ പ്രശ്നം എന്താണ്, നിന്നെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്താണ്, നിന്നെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന് നിന്റെ കുടുംബത്തെ ഞെരിക്കുന്ന പ്രശ്നം എന്താണ്? ഹല്ലേലൂയ. ആ പ്രശ്നത്തിന്റെ മേളിലൂടെ നിന്നെ സഞ്ചരിപ്പിക്കുവാൻ ദൈവം മതിയായവനാണ്. എത്ര മക്കൾ സ്തോത്രം ചെയ്യും? എത്ര ദൈവമക്കൾ ഹല്ലേലൂയ പറയും? പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഒരു വിടുതൽ നിശ്ചയമായിട്ട് നമുക്ക് ഉണ്ട്. നിശ്ചയമാണ്. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ്. ഹല്ലേലൂയ. പലർക്കും പലതായ കാര്യങ്ങളാണ്, പലർക്കും പലതായ വിഷയങ്ങളാണ്. എന്റെ വിഷയം, എന്റെ കാര്യങ്ങൾ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട നമ്മൾ ഇങ്ങനെ എല്ലാം നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ഒത്തിരി വലുതാണ്, അല്ലെ? ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ, നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം പറയുമ്പോൾ എന്തുവാണ്? ഹല്ലേലൂയ. അതെല്ലാം വലിയ 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 കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പെരുപ്പത്തോടെ പറയുന്നു. ഹല്ലേലൂയ. പ്രകാരം ഹല്ലേലൂയ ഞാൻ അതിന്റെ ഉദാഹരണം കൊടുക്കാറുണ്ട്. നമ്മുടെ റൺവേയിൽ ഹല്ലേലൂയ നമ്മുടെ വിമാനത്തിലായിരിക്കുമ്പോൾ, നമ്മൾ യാത്ര ചെയ്യുവാൻ വേണ്ടി റൺവേയിലെത്തി, ഹല്ലേലൂയ വിമാനത്താവളത്തിലെത്തി നമ്മുടെ വിമാനത്തിലായിരിക്കുമ്പോൾ എന്തുവാണ് നമ്മുടെ ചുറ്റുപാടുകളുള്ള
ചുറ്റുമുള്ളതായ എന്തുവാണ് മരങ്ങളും അത് ഫ്ലാറ്റുകളും ഹല്ലേലൂയ മറ്റു കെട്ടിടങ്ങളും എല്ലാം നമുക്ക് ഒത്തിരി വലുതാണ്. ഹല്ലേലൂയ നമ്മൾ ആ ജനൽ വഴിയിൽ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോഴെല്ലാം എന്തുവാണ് ഒത്തിരി വലുതാണ്. ഹല്ലേലൂയ എന്നാൽ എന്തുവാണ് അല്പസമയത്തിനുള്ള വിമാനം ആ റൺവേയിൽ കൂടെ മുന്നോട്ട് അതേ ഹല്ലേലൂയ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അല്പസമയം കഴിയുമ്പോൾ ആ വിമാനം റൺവേയിൽ നിന്നും പറന്നു ഉയരുവാനായിട്ട് അത് തുടങ്ങുമ്പോൾ ഹല്ലേലൂയ അത് ഹല്ലേലൂയ റൺവേ വിട്ട് പറന്നു ഉയരുമ്പോൾ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ അത് മുകളിലേക്ക് അത് ഇത്ര അടികൾ എന്തുവാണ് അത് മുകളിലേക്ക് പറന്നു ഉയർന്നു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടതായ കെട്ടിടങ്ങൾ വളരെ ചെറുതാണ്. നമ്മൾ കണ്ടതായ വൻമരങ്ങൾ വളരെ ചെറുതാണ്. നമ്മൾ കണ്ടതായ വാഹനങ്ങൾ വളരെ ചെറുതാണ്. ഹല്ലേലൂയ അത് വീണ്ടും ഉയരത്തിലേക്ക് പറക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ ഹല്ലേലൂയ വൻ ഫ്ലാറ്റുകൾ ഹല്ലേലൂയ വൻ കെട്ടിടങ്ങൾ വൻ മരങ്ങളെല്ലാം ഒരു പൊട്ടുപോലെ നമുക്ക് അത് തോന്നിക്കുകയാണ്. ഹല്ലേലൂയ ഇപ്രകാരം പ്രിയപ്പെട്ടവർ നമ്മൾ വിശ്വാസത്തിൽ പറന്നുയരുമ്പോൾ നാം വിശ്വാസത്തിൽ ചിറക് വിരിച്ച് ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ വിശ്വാസത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നുമല്ല. ഹല്ലേലൂയ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം വളരെ ചെറുതാണ്. ഇന്ന് പകൽക്കാലം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൽ ശക്തി, വിശ്വാസത്തിൽ ബലം പ്രാപിക്കുവാൻ, വിശ്വാസത്തിന്റെ കാഴ്ച വിളിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം വാഗ്ദാനം തരികയാണ്. അത് ഈ പ്രകാരം ദൈവത്തിന്റെ വാക്യമുണ്ട്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ഹല്ലേലൂയ ജീവിക്കുമെന്ന്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നത് പകൽക്കാലം എന്റെ പ്രശ്നമല്ല, എന്റെ പ്രശ്നത്തിനും വലിയവൻ ഒരുവനുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്റെ പ്രശ്നത്തിനും വലിയവൻ ഒരുവനുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ അവന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ, അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ആ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട്. കനാവിലെ കല്യാണത്തിന് അവിടെ വെള്ളം ഹല്ലേലൂയ എന്തുവാണ് വീഞ്ഞു തീർന്നു പോയി. ഹല്ലേലൂയ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ ഒരു വീട്ടിൽ ഒരു ഹല്ലേലൂയ ഭക്ഷണം നടക്കുകയാണ്, ഒരു കാര്യം നടക്കുകയാണ്, പെട്ടെന്ന് അവിടെയുള്ള പ്രധാനപ്പെട്ടതായ വീഞ്ഞ് ഹല്ലേലൂയ അല്ലെങ്കിൽ എന്തുവാണ് ആ പ്രധാനപ്പെട്ടതായ വിഷയം ഇല്ലാതെ വരുമ്പോൾ ആ വീടിനെ അത് ഉലയ്ക്കുന്നതാണ്, ആ വീടിനെ ഭാരപ്പെടുത്തുന്നതാണ്, അതിന്റെ ഉടമസ്ഥനെ കഷ്ടപ്പെടുത്തുന്നതായ ഒരു കാര്യമാണ്, ഒരു വലിയ വേദനയിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ എന്നാൽ പ്രിയപ്പെട്ടവരെ ആ വിഷയത്തെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവൻ ആ വിഷയത്തെ പരിഹരിക്കുകയാണ്. എന്ന് പകൽക്കാലം നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതായിക്കൊള്ളട്ടെ, നമ്മുടെ കാര്യങ്ങൾ എത്ര ഹല്ലേലൂയ ചെറുതോ വലുതായിക്കൊള്ളട്ടെ, അത് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ യേശുവിനെ തൊടുമ്പോൾ, യേശു കൽപ്പിക്കുമ്പോൾ, യേശു പറയുമ്പോൾ ആ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ 4 പേര് കൂടി ആ പക്ഷപാതക്കാരനെ യേശുവിന്റെ അടുക്കലേക്ക് ചുമന്നുകൊണ്ട് വന്നപ്പോൾ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവരുടെ വിശ്വാസം കണ്ടിട്ട് അവർ ആ പക്ഷപാതക്കാരന് പറയുകയാണ്, മകനെ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന്. ഹല്ലേലൂയ ആ ക്ഷണത്തിൽ ആ മനുഷ്യൻ കിടക്കയെടുത്ത് നടന്നു എന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ വിശ്വാസത്തോടെ എത്ര ദൈവമക്കൾ ഇന്ന് പകൽക്കാലമായിരിക്കുന്നു. ഇന്ന് പകൽക്കാലത്തിന് പ്രശ്നം നോക്കി വിശ്വാസത്തോടെ കൽപ്പിക്കും, വിശ്വാസത്തോടെ പറ, ഓ ഹല്ലേലൂയ നിന്റെ പ്രശ്നത്തിന് ഒരു വിടുതലുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. നിന്റെ പ്രശ്നത്തിന് മേൽ ഹല്ലേലൂയ കർത്താവ് ഒരു വിടുതലയക്കുന്ന പകലാണ്. ഹല്ലേലൂയ ഒരുപക്ഷെ നിങ്ങൾ രോഗിയായിരിക്കാം, ഒരുപക്ഷെ ഹല്ലേലൂയ നിങ്ങൾ ഏതവസ്ഥയിൽ കൂടെ പോകണമെന്ന് എനിക്കറിയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ യേശു നിന്റെ സകല പ്രശ്നത്തിനും പരിഹാരകനാണ്. നിന്റെ രോഗമാണെങ്കിൽ അവൻ രോഗം സൗഖ്യമാക്കുവാൻ മതിയായവനാണ്. നിന്റെ കടഭാരമാണെങ്കിൽ അത് മാറ്റിക്കളയുവാൻ മതിയായവനാണ്. ഏതൊരു പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന ഹല്ലേലൂയ പകലാണെന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന പകലാണെന്ന് പകല് അങ്ങനെ എത്ര ദൈവങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ അവന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ ആ പ്രശ്നത്തിനൊരു പരിഹാരം നൽകുന്നവനാണ്. ഹല്ലേലൂയ ഓ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ മാനുഷിക കരങ്ങളിലേക്ക് നോക്കുവാനല്ല, മാനുഷിക തലങ്ങളിലേക്ക് നോക്കുവാനല്ല, മനുഷ്യനെ ആശ്രയിക്കുവാനല്ല, സ്വർഗസ്വനായ ദൈവത്തിൽ ആശ്രയിക്കുവാനാ പറഞ്ഞത്. ഹല്ലേലൂയ പ്രിയപ്പെട്ടവർ ദൈവജനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ ആ മാർത്തയും മറിയും യേശുവിന്റെ അടുക്കിലേക്ക് ഓടിക്കടന്നു വരികയാണ്. ഗുരു നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഹല്ലേലൂയ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ സംഭവിക്കുകയില്ലായിരുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ മരിക്കുകയില്ലായിരുന്നു. ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലത്ത് ദൈവമക്കൾ പറയും, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ കർത്താവേ നീ എന്നോട് കൂടെയുണ്ട്, നീ എന്നോട് കൂടെയുണ്ട്, നീ കൈവിടാത്ത ദൈവമാണ്, നീ എന്നോട് കൂടിയിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ പ്രിയപ്പെട്ടവരുടെ പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് നമുക്ക് പറയുവാൻ സാധിക്കും, എന്റെ യേശു
കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ കൂടിയിരിക്കുന്ന ദൈവമാണ്, അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്. കർത്താവ് പറഞ്ഞു, ഞാനോ ലോക അവസാനത്തോളം നിങ്ങളുടെ കൂടെയുണ്ട്. ലോകത്തിന് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചവനായ ഒരു യേശു നമ്മോട് കൂടെയുണ്ട്. പകൽക്കാലം ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ആ കർത്താവ് കൂടെ ഇരിക്കുമ്പോൾ നാം എന്തിനു ഭയപ്പെടുന്നു? ആ കർത്താവ് കൂടെ ഇരിക്കുമ്പോൾ നാം എന്തിനു ചഞ്ചലിക്കുന്നു? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചന പ്രകാരം എഴുതിയിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരങ്ങളെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരങ്ങളാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. അപ്പോൾ നാം നിസ്സാരക്കാരല്ല. ഹല്ലേലൂയ. അത് നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. കാരണം എന്തുവാണ്? ദൈവത്തിന്റെ മന്ദിരങ്ങളാണ് നാം. ദൈവത്തിന്റെ ആത്മാവ് എവിടെ വസിക്കുന്നു? നമ്മളിൽ വസിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അതേ ഹല്ലേലൂയ, നാം സഞ്ചരിക്കുമ്പോൾ, നാം ആയിരിക്കുമ്പോൾ, നാം ഇരിക്കുമ്പോൾ, നാം എഴുന്നേൽക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ എല്ലാം എന്തുവാണ്? ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ ശക്തി നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ കരം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ നോക്കി പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഈ സുമ്മിൽ കടന്നു വന്നിരിക്കുന്ന ആരോടെല്ലാമോ പറയുന്നു, നീ ഭയപ്പെടേണ്ട എന്ന്, നീ ഭയപ്പെടേണ്ട എന്ന്. നിങ്ങളുടെ പ്രശ്നത്തെ നോക്കിക്കൊണ്ട് ഹല്ലേലൂയ ആഗ്രഹപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഹല്ലേലൂയ, ഞാൻ എങ്ങനെ അതിനെ തരണം ചെയ്യും, ഞാൻ എങ്ങനെ അതിനെ മറികടക്കുമെന്ന് വിശ്വസിച്ച് ഹല്ലേലൂയ അതേ അതിൽ വിചാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് നിങ്ങൾ പറയുന്നു, അത് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന്. ഹല്ലേലൂയ. ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന്. അങ്ങനെ എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സർവ്വശക്തികളും പറയുന്നു, നീ ഭയപ്പെടേണ്ട എന്ന്. ഓ ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തെ ഏറ്റെടുത്തിരിക്കുന്നവൻ, നിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവൻ, അവൻ നിന്നോട് കൂടെയുണ്ട്. കൈവിടാത്തവൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പത്രോസിനെ കാരാഗ്രഹത്തിലിട്ട് അവൻ ഹല്ലേലൂയ അവനെ കൂട്ടിയിട്ട് പിറ്റേ ദിവസം ഹെരോദാവ് അവനെ ഹല്ലേലൂയ കൊല്ലുവാൻ വിചാരിച്ച് അവൻ എന്തുവാണ് വിധി കൽപ്പിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ ആ കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ ഇറങ്ങിയ ഒരു ദൈവത്തിന്റെ ദൂതനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രശ്നത്തിലേക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തി കടന്നു വരുമെന്ന് പകൽക്കാലം ദൈവം തന്റെ ദൂതനെ പത്രോസിനെ കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ നിന്ന് വിടുവിച്ചുവെങ്കിൽ ദൈവത്തിന്റെ ശക്തി നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അത് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഒരു ചൂരച്ചിലെ തടലിൽ അത് ഇനി മരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനായ ഏലിയാവ് കിടക്കുകയാണ്. ഇനി മറ്റൊരു നിവൃത്തിയിൽ എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവന്റെ അടുക്കിലേക്ക് ഒരു ദൂതനെ അയച്ച് അവനെ വീണ്ടും ബലപ്പെടുത്തി എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടെയുണ്ട്. അത്ര ദൈവമക്കൾ അങ്ങനെ വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ ക്ഷീണാവസ്ഥയിൽ, നിന്റെ തളർന്ന അവസ്ഥയിൽ ഹല്ലേലൂയ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഹല്ലേലൂയ നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. നിന്റെ ക്ഷീണങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന, നിന്റെ തളർച്ചകളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് പകൽക്കാലം എന്റെ നടുവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ദൈവങ്ങൾ സ്തോത്രം ചെയ്ത് അത് ഏറ്റെടുക്കും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്റെ ക്ഷീണത്തെ മാറ്റിയ, എന്റെ തളർച്ചയെ മാറ്റിയ, എന്റെ പ്രശ്നത്തെ മാറ്റിയ, എന്റെ രോഗത്തെ മാറ്റിയ ഒരു യേശുവിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ഞാനായിരിക്കുന്ന ഇടത്ത് വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്നിടത്ത് ദൈവശക്തിയുണ്ട്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നാം കടന്നു വന്നു, നാം വെറുതെ കടന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം ദൈവസന്നിധിയിലായിരിക്കുന്നത് ഹല്ലേലൂയ ഒരു പക്ഷേ ഹല്ലേലൂയ നാം ഒന്ന് വിചാരിച്ചിട്ടായിരിക്കും കടന്നു വന്നത്. പത്രോസും ഹല്ലേലൂയ കൂടെയുള്ള സഹശിഷ്യന്മാരുമല്ല ആ മല കയറുമ്പോൾ ഹല്ലേലൂയ അവരുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, എന്നാൽ ഹല്ലേലൂയ അവർ തിരിച്ചിറങ്ങുമ്പോൾ അവർ കാലിയായിട്ടല്ല ഇറങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം അതേ കർത്താവ് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിനെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നു, കർത്താവേ, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഇവിടെ ഒരു ബാലകനുണ്ട്, 5 അപ്പവും 2 മീനും അവന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. അത് മാത്രമല്ലാതെ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ കർത്താവ് പറയുകയാണ്, അതങ്ങ് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവനത് വാട്ടിട്ട് ഒരു 5000 കൊടുത്തു. നമ്മളിങ്ങനെ വായിക്കുന്നു, ശേഷിച്ച 12 കൊട്ട അവർ നിറച്ചെടുത്തു എന്ന്. ഹല്ലേലൂയ. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ശിഷ്യന്മാർ ആ മലയിറങ്ങുമ്പോൾ വെറും കൈയോടെ ഇറങ്ങിയത്. ഹല്ലേലൂയ. അവർ അപ്പക്കൊട്ടയുമായിട്ട് ഇറങ്ങിയത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരുപക്ഷെ ശൂന്യമായ അവസ്ഥയിൽ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്ന് ഹല്ലേലൂയ വിചാരപ്പെട്ട അവസ്ഥയിൽ കടന്നു വന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ഒരു ദൈവ കൃപ നിങ്ങളിൽ വ്യാപരിക്കോ, ഒരു ദൈവശക്തി നിങ്ങളിൽ വ്യാപരിക്കോ. ഹല്ലേലൂയ. വെറുതെയല്ല പോകുന്നത്. ഹല്ലേലൂയ. പ്രശ്നത്തിന് പരിഹാരകനായ കർത്താവിന് നടുവിൽ വന്നു ഹല്ലേലൂയ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവര്, ഹല്ലേലൂയ, വെറും കൈയോടെ ദൈവത്തിനെ അയക്കാൻ ആഗ്രഹിക്കുന്നില്ല.
കഴിഞ്ഞില്ല. അവൻ പത്രോസിന്റെ ശൂന്യമായ പടകിൽ കയറിയെങ്കിൽ ഹല്ലേലൂയ, ആ ശൂന്യമായ പടക് പത്രോസിനെ ഏൽപ്പിച്ച് പടക്കുന്നവരല്ല, ആ ശൂന്യമായ പടക് നിറച്ച് ഹല്ലേലൂയ പടക്കുന്നവരാണ് കർത്താവായ യേശു ക്രിസ്തു. ആകയാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ആരെങ്കിലും ഒരു ശൂന്യതയോടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരു ഇല്ലായ്മയോടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരു ഭാരത്തോടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അതേ രീതിയിൽ നിന്നെ ഹല്ലേലൂയ അയക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം നിന്നെ നിറച്ചയക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നത് എത്ര ദൈവമക്കൾ ഹല്ലേലൂയ വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യൂ. ഇന്ന് പകൽക്കാലം യേശു കൂടെയുണ്ട്, യേശുവിന് നടുവിലുണ്ട്. എന്റെ ശൂന്യതകളെ മാറ്റുവാൻ, എന്റെ രോഗങ്ങളെ മാറ്റുവാൻ, എന്റെ പ്രതിസന്ധികളെ മാറ്റുവാൻ, എന്റെ പ്രതികൂലങ്ങളെ മാറ്റുന്നവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. അങ്ങേ ഞാൻ വന്നതുപോലെയല്ല മടങ്ങുന്നത്, ഞാൻ സഭയ്ക്കത്തോടെ മടങ്ങുന്നത്, ഞാൻ ആശ്വാസത്തോടെ മടങ്ങുന്നത്, ഞാൻ വിടുതലോടെ മടങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഏറ്റു പറഞ്ഞു ഹല്ലേലൂയ. ദൈവാത്മാവ് ഹല്ലേലൂയ നിങ്ങൾ സംസാരിക്കുമ്പോൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സമയം ഹല്ലേലൂയയുടെ പരിധിയിലേക്ക് എത്തിയിരിക്കുന്നല്ലോ. അങ്ങനെ ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ, യേശു ഹല്ലേലൂയ വലിയവനായ ദൈവമാണ്. യേശു സർവശക്തനായ ദൈവമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. പിന്നെ നമ്മൾ വായിക്കുന്ന വചനം ജഡമെടുത്തു എന്ന്, നമ്മുടെ കൂടെ ഇരുന്നു എന്ന്. ഹല്ലേലൂയ. സ്നാപക യോഹന്നാൻ അവിടെ നോക്കി പ്രകാരം പറയുകയാണ്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് എന്ന്. ഹല്ലേലൂയ. അപ്പോൾ ആദിയിൽ ഉണ്ടായിരുന്ന വചനം ഹല്ലേലൂയ അവൻ ജഡമായി തീർന്നു നമ്മുടെ ഹല്ലേലൂയയിൽ പാർത്തു. ഹല്ലേലൂയ. അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോയി. അവനവിടെ പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ദൈവത്തിൽ വായിക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവ് സ്വർഗ്ഗത്തിലുണ്ട്. നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ സ്വർഗ്ഗത്തിലുണ്ട്. നമ്മെ കൈവിടാത്ത ഒരു ദൈവ സ്വർഗ്ഗത്തിലുണ്ട്. ഓ ഹല്ലേലൂയ. അവൻ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ആ കർത്താവിന്റെ സാന്നിധ്യം ഒരു വിടുതലായി ഹല്ലേലൂയ, ഒരു രക്ഷയായി ഹല്ലേലൂയ, ആശ്വാസമായി നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എത്ര ദൈവമക്കൾ അങ്ങനെ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്നിടത്ത് വ്യാപരിച്ച ദൈവശക്തിക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ അനുഭവിച്ച വിടുതലായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ രോഗങ്ങൾ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം സ്വർഗം മാറ്റിക്കളഞ്ഞിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഈ പ്രഭാതം തന്നെ ഒരു വിടുതൽ കർത്താവ് നൽകിയിരിക്കുക. സ്തോത്രം ചെയ്യാൻ ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. എന്റെ വാക്കളെ ഹല്ലേലൂയയുടെ വിരാമം കുറിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറ, കർത്താവിനോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം യേശുവിനോട് കൂടെയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, അത് എന്റെ പടകിലെ യേശുവുണ്ട്. എന്റെ പ്രശ്നത്തിന്റെ പരിഹാരകൻ, അതേ ഹല്ലേലൂയ നയിക്കുന്നവൻ, നടത്തുന്നവന് അവനോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അവനെ ഒരിക്കലും ഉപേക്ഷിക്കുന്നവരല്ല. ഹല്ലേലൂയ. കർത്താവ് എപ്പോഴും നിങ്ങൾ കൂടിയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അനുഭവിച്ച വിടുതലിനും രക്ഷയ്ക്കും എല്ലാമായി കർത്താവിനെ സ്തോത്രം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് പ്രിയമുള്ളവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന. കർത്താവിന്റെ ദാസൻ വളരെ ശക്തമായിട്ട് ആ ദൈവവചനം നമ്മോട് സംസാരിച്ചല്ലോ. ആ ശിമയോൻ അദ്ദേഹം വളരെ വയസ്സി എന്നവനായിട്ട് പരിശുദ്ധാത്മാവിനാൽ ഒരു നിയോഗം ഉണ്ടായത്, ഈ കർത്താവിനെ, ഈ ക്രിസ്തുവിനെ കാണാതെ നീ മരിക്കുകയില്ല എന്നുള്ളൊരു നിയോഗമുണ്ടായി. അത് ബൈബിളിലില്ല എങ്കിൽ തന്നെയും ചരിത്രപരമായോ ട്രഡീഷണലായിട്ടോ ഒക്കെ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. ഈ ശിമയോൻ ഒരു പണ്ഡിതനായിരുന്നു, ഒരു ശാസ്ത്രിയായിരുന്നു. നമുക്കറിയാം അന്നത്തെ കാലത്ത് ഈ പഴയ നിയമം, പ്രവാചകരുടെ പുസ്തകങ്ങളും ഒക്കെ എഴുതുകയാണ്, കൈയെഴുത്ത് പ്രതികളാണ്. ഈ തോൽ ചുരുളുകളിൽ എഴുതുന്ന ജോലിയായിരുന്നു ശാസ്ത്രിമാരുടെ ജോലി. ഇത് മുഴുവൻ ഇരുന്ന് എഴുതുകയാണ്. അങ്ങനെ ആ ജോലിയായിരുന്നു ഇദ്ദേഹത്തിന്. ശിമയോൻ ഒരു ശാസ്ത്രിയായിരുന്നു. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഇങ്ങനെ എഴുതി വന്നപ്പോൾ അദ്ദേഹം വായിച്ചു കൊടുക്കുന്ന ആള് അത് പറഞ്ഞ് എഴുതിയപ്പോൾ ഇദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്. എഴുതാൻ വന്നത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് എഴുതാനായിട്ട് ശിമയോൻ അത് കേട്ടിട്ട് അല്പം മടിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അത് കേട്ടിട്ട് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് തൻ്റെ ഹൃദയത്തിൽ സംശയിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, നീ അങ്ങനെ സംശയിച്ചെങ്കിൽ ആ കുഞ്ഞിനെ നിന്റെ കരങ്ങളിൽ എടുത്തതിന് ശേഷമേ നീ മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ വൃദ്ധനായിട്ട് ആ ദൈവത്തിൻ്റെ രക്ഷയെ കാണുന്നതിന് വേണ്ടി വിശ്വാസത്തോടുകൂടെ, പ്രത്യാശയോടുകൂടെ അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. ആ കുഞ്ഞിനെ കരങ്ങളിലെടുത്തിട്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത്? ആ അമ്മയപ്പന്മാരും മറ്റുള്ളവരൊക്കെ അത് കേട്ടിട്ട് അതിശയിച്ചു പോയി. ലോകത്തിൻ്റെ രക്ഷയെ, ജാതികളുടെ രക്ഷയെ, ഈ ലോകത്തിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് ആ ശിശുവിനെ കയ്യിലെത്തി അദ്ദേഹം പറയുകയാണ്. എത്ര ആഴമായിട്ടുള്ള ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദർശനമാണ്
അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധയായ സ്ത്രീ, 100 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഹന്ന, അടുത്ത് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവര് അവിടെ മഹാപുരോഹിതൻ ഉണ്ടായിരുന്നു, വലിയ വലിയ ആളുകൾ ഉണ്ടായിരുന്നു, അവിടുത്തെ ആ മുഴുവൻ ഇസ്രായേൽ ജനതയുടെയും മത അധ്യക്ഷന്മാരുണ്ടായിരുന്നു. അവർക്കൊന്നും അത് മനസ്സിലായില്ല. അവർക്ക് ഈ കുഞ്ഞ് ആരാണെന്നോ എന്താണെന്നോ ഒന്നും മനസ്സിലായില്ല. എന്നാൽ നിസാരന്മാരെന്ന് തോന്നിയ ആളുകള്, വൃദ്ധന്മാരായും വൃദ്ധയായും പടുവൃദ്ധയായ ഒരു സ്ത്രീയും ഈ വൃദ്ധനായ ഈ ശിമയോനും അടുത്തു വന്ന് ഇത് ദൈവത്തിന്റെ രക്ഷയാണ്, ദൈവപുത്രനാണ്, ലോകത്തിന്റെ രക്ഷയാണ് എന്നൊക്കെ അവരെ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ഈ ലോകത്തിന്റെ രക്ഷയായ യേശു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ എത്ര ശക്തമാണ്. കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ ഒരു കാര്യത്തിനും, ഈ ജീവിതത്തിലെ ഒരു വെല്ലുവിളിക്കും നമ്മെ തടയുവാനോ നമ്മെ തടസ്സപ്പെടുത്തുവാനോ നമ്മളെ പരാജയപ്പെടുത്തുവാനോ കഴിയില്ല. ജീസസ് ഈസ് വിക്ടോറിയസ്. അവൻ ജയാളിയാണ്. മരണത്തിന്മേലും പാപത്തിന്മേലും സകല ലോകത്തിന്മേലും കർത്താവ് ഐ ഹാവ് ഓവർകം ദ വേൾഡ്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ് ജയാളിയാണ്. ആ ജയാളിയായ കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളും ജയാളികളാണ്. കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, ആ പത്രോസ് ആ കടലിന്റെ മീതെ കൂടെ നടന്നപ്പോൾ ആഞ്ഞടിക്കുന്ന തിരമാലകളുടെ മീതെ കൂടെ വിജയശ്രീലാളിതനായിട്ട് നടക്കുകയാണ്. എന്നാൽ വിശ്വാസത്തിന് ഒരു ഭംഗം വന്നപ്പോഴാണ് അദ്ദേഹം മുങ്ങുവാനായിട്ട് തുടങ്ങിയത്. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസത്തിൽ പ്രബലരായി, വിശ്വാസത്തിൽ ശക്തരായി നിൽക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രശ്നത്തിനും നമ്മളെ തടയാനോ നമ്മളെ തകർത്ത് കളയുവാനോ കഴിയുകയില്ല. നമ്മുടെ വിശ്വാസത്തിൽ ഭംഗം വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ കണ്ട്. നമുക്കറിയാം, പത്രോസ് യേശു ആ കടലിന്റെ മീതെ നടന്നതുപോലെ തന്നെ നടന്നു. ഏതാനും സ്റ്റെപ്പുകൾ നടന്നപ്പോൾ ആ വിശ്വാസത്തോടുകൂടെ തുടർന്ന് നടക്കേണ്ടതിന് പകരം അദ്ദേഹം തിരമാലയൊക്കെ നോക്കി, അയ്യോ, ഞാൻ സമുദ്രത്തിന്റെ മുകളിൽ കൂടെയാണ് നടക്കുന്നത്, ഇതെങ്ങനെ നടക്കുന്നത്, ഇത് സംഭവിക്കുന്ന കാര്യമല്ലല്ലോ എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. ഈ തിരമാലകളെയൊക്കെ കണ്ട് ഭയപ്പെടാൻ തുടങ്ങിയപ്പോഴാണ്, ഞാൻ മുങ്ങിപ്പോയാലോ എന്നൊക്കെ ഭയപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം മുങ്ങിപ്പോയത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ്. കർത്താവ് നമ്മൾ ഓരോ സാഹചര്യങ്ങൾ നമ്മളാകുമ്പോൾ നമ്മൾ ഭയപ്പെട്ട്, അയ്യോ, ഞാൻ മുങ്ങിപ്പോകുമോ, ഞാൻ തകർന്നു പോകുമോ എന്നൊക്കെ ഭയപ്പെട്ട് നമ്മുടെ വിശ്വാസത്തിന് ഭംഗം വരുമ്പോഴാണ് നമ്മൾ ശരിക്കും പരാജിതരായി തീരുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞതുപോലെ ഈ ജയാളിയായ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലുണ്ടെങ്കിൽ നമ്മൾ ജയാളികളാണ്. അതുകൊണ്ട് ജീവിതത്തിൽ കഷ്ടപ്പാടുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ എപ്പോഴും കർത്താവ്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ മറന്നു പോകരുത്, കർത്താവും അനേകം കഷ്ടപ്പാടുകൾ സഹിച്ചു, എന്നാൽ കഷ്ടപ്പാടുകളിലൂടെ കർത്താവ് ലോകത്തെ ജയിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലൂടെ നമുക്ക് ഈ ലോകത്തെ ജയിക്കുന്നതിനായിട്ട് സാധിക്കും. ഈ പ്രശ്നങ്ങൾ കണ്ട് നമ്മുടെ മനസ്സിടിഞ്ഞു പോകാതെ, അതാണ് സാധാരണ ഈ പ്രശ്നങ്ങളെല്ലാം കൊണ്ടുവന്ന് നമ്മളെ ഇങ്ങനെ പേടിപ്പിച്ച് കാണിക്കും. ഇല്ല, നിന്റെ എല്ലാം തീർന്നു, ഇനി ഒന്നും പറ്റത്തില്ല, എല്ലാം തകർന്നു എന്നൊക്കെ ഇങ്ങനെ കാണിക്കും. നമുക്കറിയാം, ചില ആളുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ദാവീദ് പോലും അതാണ് പറഞ്ഞത്. അത്ര ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ ദാവീദ് പോലും പറഞ്ഞ എന്താണ്, ഈ ശൗല് പുറകെ നടന്ന് ഇവനെ കൊല്ലാനായിട്ട് ഇങ്ങനെ എത്ര നാൾ ഒരു മനുഷ്യനെ നമ്മുടെ പുറകെ വരാനോ നമ്മളെ ഉപദ്രവിക്കാൻ വരികയാണെങ്കിൽ എത്ര നാൾ നമ്മൾ സഹിക്കും? പിന്നെ നിരാശനായിട്ട് ജീവനും കൊണ്ട് ഓടുകയാണ്, ചുറ്റും ശത്രുക്കൾ. അപ്പം ദാവീദ് അവസാനം പറയാണ്, ഇനി എൻ്റെ ജീവിതം എല്ലാം തീർന്നു, ഈ ശൗലിന്റെ കൈ കൊണ്ട് ഒരു നാൾ നശിക്കുകയുള്ളൂ. ഒരു വലിയ വാഗ്ദത്തമുള്ളവനാണ് ശമൂവേൽ പ്രവാചകൻ. രാജാവായി അഭിഷേകം ചെയ്തൊരു അഭിഷേകമുള്ളവനാണ്. എന്നാൽ അദ്ദേഹത്തിന് വായിന്ന് വന്നത് എന്താ? ഈ ശൗലിന്റെ കൈ കൊണ്ട് ഞാൻ നശിക്കുകയുള്ളൂ, എനിക്ക് ജീവിതത്തിൽ ഇനി ഒന്നും ഉയരാനൊന്നും കാണുന്നില്ല, ഇനി എനിക്കൊന്നും കാണുന്നില്ല, ഞാൻ ഇവന്റെ കൈ കൊണ്ട് ഒരു ദിവസം കുന്തമെറിഞ്ഞ് ചാകാൻ തുടങ്ങിയതാണ്, ഇനി ഇവൻ എന്തേലും വന്ന് എന്നെ വാളുകൊണ്ട് ഞാൻ നശിക്കത്തേ ഉള്ളൂ എന്നുള്ളൊരു വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നു. പ്രിയമുള്ളവരെ, സാത്താൻ അത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന, എന്നാൽ നമ്മൾ നശിക്കത്തില്ല. കർത്താവ് നമ്മോടുകൂടെ ഉണ്ട്, ജയാളിയായ കർത്താവ് നമ്മോടുകൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്നും ജയാളികളാണ്. ആ വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ വളരെ ശക്തമായിട്ട് തിരുവാൻ സംസാരിച്ചല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ ഒരു ഇണങ്ങിയ ആയുധമായി അനേകരെ കർത്താവിലേക്ക് നയിക്കുന്നതിന് കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.